ഹേ ഗൈസ്, ഇതിപ്പോൾ സമയം ഒരു 8 മണിയായിട്ടുണ്ട്. ഇപ്പോഴും നല്ലപോലെ മൂടിക്കിടക്കുക. ഇന്നലെ നല്ല കാറ്റും മഴയായിരുന്നു. അത് കാരണം നമ്മളുടെ ചെടികളൊക്കെ ഒരു പരുവായിട്ടുണ്ട്. ഞാൻ ഗാർഡനിലേക്കൊന്ന് ഇറങ്ങിയതാണ്. ഇന്നലെയും മിനിഞ്ഞാന്നും ഇറങ്ങി നോക്കാനും ഒന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ഒന്ന് ഇറങ്ങി നോക്കാം, നമ്മുടെ ചെടികളൊക്കെ എന്തായി നോക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയപ്പം കണ്ട കുറച്ച് കാഴ്ചകൾ ഞാൻ നിങ്ങളെ കൂടെ കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മുടെ ബൊഗെയിൻവില്ല നോക്കിയേ, എല്ലാം തൂങ്ങി. ഇതാ കണ്ടോ, മുരിങ്ങയാണ് കേട്ടോ. ഇന്നലത്തെ കാറ്റത്ത് ചരിഞ്ഞു പോയതാ. ഇതാ കണ്ടോ, വളഞ്ഞങ്ങ് നിൽക്കുക. ഇനി ഇതിനെ വെട്ടിയെടുക്കുകയുള്ളൂ രക്ഷ. വെട്ടിയെടുത്തിട്ട് ഇതിൻ്റെ ഇല തോരൻ വെച്ച് വല്ലതും കഴിക്കാം, കറി വെച്ച് കഴിക്കാം. ഇത് നമ്മുടെ പെറ്റൂനിയ നട്ട് വെച്ചിട്ടുണ്ട്. അത് വലിയ പ്രശ്നമില്ലാതെ വളർന്നു വരുന്നുണ്ട്. ഇത് ബൊഗെയിൻവില്ലയുടെ പൂവൊക്കെ ഇതിൻ്റെ അകത്ത് വീണ് കിടക്കുന്ന കണ്ടോ. പക്ഷേ പൂക്കൾ അങ്ങോട്ട് ആവുന്നില്ല കേട്ടോ. ഇതൊരുമാതിരി നമ്മുടെ വയലറ്റാണ്. ഇതിൻ്റെ പൂക്കളൊക്കെ ഈ ഒരു പരുവമായി. മുട്ടുകളൊട്ട് അങ്ങോട്ട് വിരിയുന്നുമില്ല. ഇതാ മുട്ടൊക്കെ ഒരുമാതിരി പഴുത്തിരിക്കുന്നു, കണ്ടില്ലേ. ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നു. കാരണം ഞാൻ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, പെറ്റൂനെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇത് കട്ട് ചെയ്ത് വിടുവാണെങ്കിൽ ബുഷിയായിട്ട് വളർന്നോളും. ഞാനിതെല്ലാം ഈ പെറ്റൂനിയെല്ലാം കട്ട് ചെയ്ത് കൊടുത്താൽ കേട്ടോ, കണ്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരുപാട് അവിടുന്ന് ഇവിടുന്നൊക്കെ വളർന്നു വരുന്നത്. അല്ലെങ്കിൽ ഇത് ഒരൊറ്റ തണ്ടായിട്ട് അങ്ങനെ അങ്ങ് മാറും. പിന്നെ 10 മണിയുടെ കാര്യം പറയണ്ടല്ലോ. മഴയായി കഴിഞ്ഞാൽ പിന്നെ അതൊടിഞ്ഞു തൂങ്ങിയ അവസ്ഥയാണ്. ഇനിയും 10 മണി എവിടെയോട്ടെങ്കിലും ഒന്ന് മാറ്റി വെച്ചില്ലെങ്കിൽ ഒരു വെറൈറ്റി പോലും ഇനിയും കാണില്ല. ഇത് കുഴപ്പമില്ല. ഇപ്പോൾ രാവിലെ കുറച്ച് മഴയൊന്ന് കുറഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് പൂവൊക്കെ ഒരു ഇത്തിരി എനർജറ്റിക്കായിട്ട് വരുന്നുണ്ട്. സെയിം ഇവിടെ 10 മണിയുടെ അവസ്ഥ നോക്കി. ഇതുണ്ടോ, ഇതിൻ്റെ ഇടയ്ക്ക് നിന്നൊക്കെ ഇത് ഇന്നലത്തെ കാറ്റിൻ്റെ ആണ് ഈ കാണുന്ന. നോക്കി, ഇന്ന് വിരിയേണ്ട പൂക്കളാണ്. ഇത് ഇന്നലത്തേതാണ് കേട്ടോ, കണ്ടോ. ഇതിൻ്റെ ഭംഗിയൊക്കെ പോയി കേസിന്. വെയിൽ വരാണ്ട് ഇതൊന്നും അടിപൊളിയായിട്ട് കിട്ടൂല. അഴുവി തുടങ്ങി. നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരുന്നതാണ്, ഒരു സൈഡിലേക്ക് അങ്ങായിപ്പോയി വെള്ളം നിന്നിട്ടേ. മഴയായിക്കഴിഞ്ഞാൽ പിന്നെ ദാണ്ട് ഇവൻ്റെ വരവാണ്. എല്ലാ ചട്ടിയിലും ഇതുപോലെ ഇനിയും കാണും. ഇത് ഞാൻ ഒരു വട്ടം വീഡിയോ ഇട്ടപ്പം ആരോ പറഞ്ഞായിരുന്നു ഇത് ഭയങ്കര വിലയാണ്, ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ നല്ല വിലയുള്ള സാധനമാണെന്ന് പറഞ്ഞു. പക്ഷെ ഇതെന്താണ് ഇതിൻ്റെ ഉപയോഗമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇനിയിപ്പോൾ ഇതാണ് എല്ലാ ചട്ടികളിലും. ഇത് പെറ്റൂനിയ ഞാൻ കട്ട് ചെയ്ത് കളയാനുള്ള റീസൺ ഇതാണ്. പൂക്കളൊക്കെ കണ്ടോ നിൽക്കുന്നത്. ഇതെന്താ ഇതിൻ്റെ ഒരു പോർഷൻ ഇന്നത് കട്ടായി. ഇനി ആ വണ്ട് വന്ന് കട്ടാക്കുന്നതാണോ എന്നറിയത്തില്ല. അതും ഒരു പരുവമായിട്ടുണ്ട്. അയ്യോ, മഴ വന്നാൽ ഇതാണ് പ്രശ്നം ഗൈസ്. ചെടികളെല്ലാം നശിച്ച് തുടങ്ങും. 10 മണിക്കാണെങ്കിൽ ഓവറായിട്ട് വെള്ളം ആയിക്കഴിഞ്ഞാലും കുഴപ്പമാണ്. ഇതുണ്ടോ, മുരടിച്ച് പോലെയായി. ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെടികൾ ഒരു ഷെയ്ഡിലേക്ക് മാറ്റി വെക്കാനായിട്ടുള്ളൊരു സ്പേസ് ഇല്ല. മിക്ക ചെടികളും നമ്മൾ മഴ ഒരു ടൈം ആകുമ്പോൾ ഒന്ന് മാറ്റി വെക്കേണ്ടതാണ്. പക്ഷെ അതിനായിട്ടുള്ളൊരു സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇതിപ്പോഴും ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് കേട്ടോ. കണ്ടോ, നമ്മുടെ ഈ ചെടിയൊക്കെ ഇന്നലത്തെ കാറ്റത്ത് പോയതാണ്. തുളസിയൊക്കെ ഇനി നല്ലപോലെ പൊട്ടിക്കിളിക്കും. ഇതുണ്ടോ, പൊട്ടിക്കിളിച്ച് വരുന്നുണ്ട്. പക്ഷെ ഇതുപോലുള്ള ചൈനീസ് ബോൾസൊക്കെ ഒരുപാട് മഴ നനഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും. ഇതിൻ്റെ പൂക്കൾ നോക്കി, ഉണ്ടോ, ഒരു ഭംഗിയില്ലാണ്ടാണ് നിൽക്കുന്നത്. റോസയൊക്കെ ഇതിനകത്തൊന്ന് വെള്ളം പിഴിഞ്ഞെടുക്കാം, അമ്മാതിരി പരുവമായി. കണ്ടോ, ആ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇതാ നോക്ക്, മൊത്തം വെള്ളം. ഇതാണ് ഇന്നലത്തെ കാറ്റത്ത് വീണതാണതേ, കണ്ടോ. ചട്ടിയെല്ലാം പൊട്ടിപ്പോയി ഗൈസ്, എന്ത് ചെയ്യാനാ. അകത്തുനിന്ന് ഊരി പോകുന്നു.
ഇതിനി എന്താ ചെയ്യുക? ഏതായാലും ഭാഗ്യത്തിന് ഇപ്പുറത്ത് നമ്മുടെ റോസ് നിൽപ്പുണ്ടായിരുന്നേ, അതിന് വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. ഇതിനെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം. മഴയത്ത് പ്രൂൺ ചെയ്താൽ ശരിയാവുമോ എന്നറിഞ്ഞുകൂടാ. എന്തായാലും പൂക്കളുണ്ട്, ഇതൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം. അതിൻ്റെ മുകളിലോട്ടാണ് വീണത്, പക്ഷെ ഒന്നും പറ്റിയിട്ടില്ല. അതാ കണ്ടോ, ഈ 2 ചെടിയും താഴെ വീണു. ഈ ചട്ടി എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു കേട്ടോ, ഈ വൈറ്റ് കളറിൽ. അത് പൊട്ടിപ്പോയി. അയ്യോ, ചെടിക്കൊന്നും വലിയ പ്രശ്നം വന്നിട്ടില്ല. ഇത് നമ്മളുടെ ശംഖുപുഷ്പമാണ് കേട്ടോ. ഇതിങ്ങനൊരു ഫാനിൻ്റെ കവറിൽ ഇങ്ങനെ കയറ്റി കൊടുത്താൽ പൂക്കളൊന്നുമില്ല. മഴയായിക്കഴിഞ്ഞാൽ പൂക്കളൊക്കെ ആവാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ നിൽക്കുന്ന കാണാൻ, ഇങ്ങനെ ഡ്രോപ്സൊക്കെ ആയിട്ട് നിൽക്കുന്ന കാണാൻ അത്യാവശ്യം ഭംഗിയുണ്ട്. ഇങ്ങനെയുള്ള ചെടികൾക്കൊന്നും കുഴപ്പമില്ല. മുല്ല അടുത്ത സെക്ഷൻ മുട്ടുകൾ വന്നു തുടങ്ങി കേട്ടോ. പക്ഷേ മഴയായ കാരണം ഇതിനി പൂക്കൾക്കൊന്നും അധികം സ്മെല്ലൊന്നും കാണൂല. ഇതുണ്ടോ, നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താണ്. കട്ട് ചെയ്തിട്ട് ഇതിപ്പോൾ രണ്ടാമത് മൊട്ടായി വരുന്നതാണ്. പിന്നെ എസ്റ്റർഡേ ടുഡേ കണ്ടോ, വെയിലിൻ്റെ സമയത്ത് ഒരുപാട് പൂക്കളുണ്ടാകണ്ട, പക്ഷെ മഴയായപ്പോൾ അവിടെ ഇവിടെ 1-2 പൂക്കൾ മാത്രമായിട്ടാണ് നിൽക്കുന്നത്. ഇതിപ്പോൾ നിറച്ചുണ്ടാവണ്ടായിരുന്നു. എന്തായാലും വെയിലുണ്ടെങ്കിൽ മഴയും ഉണ്ടാകുമല്ലോ. അപ്പോൾ പിന്നെ ഇതൊക്കെ നമുക്ക് സഹിച്ചേ പറ്റൂ. ഒടിഞ്ഞ് വീണ് കിടക്കുന്ന അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയാലേ ശരിയാവുള്ളൂ. എന്താ നോക്കി, 10 മണിയൊക്കെ ഇത് വിരിയാനിരിക്കുന്നതാണ്. ഇപ്പം അടുത്ത മഴ വരാറായി. ഇനിയിപ്പോൾ ഇതെന്തായാലും ഇതുപോലൊക്കെ തന്നെ അങ്ങ് നിന്ന് അവിഞ്ഞ് പോവും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പെറ്റൂനിയ പ്രൂൺ ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ. ഞാനൊരു ഷോർട്സിൽ ഒരുപാട് പൂക്കളുണ്ടായിരുന്ന പെറ്റൂനിയായിരുന്നേ. അത് കുറച്ച് വിഷമം ഉണ്ടായിരുന്നു പ്രൂൺ ചെയ്ത് കൊടുക്കാൻ. എന്നാലും ഈ മഴയത്ത് ഇതിൻ്റെ പൂക്കളൊക്കെ ഇങ്ങനെ നിൽക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ അതങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് ഇതാകണ്ട. ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തു. കട്ട് ചെയ്ത് കൊടുത്താൽ മഴയൊക്കെ ആയതുകൊണ്ട് വളർന്നോളും എന്നാണ് വിശ്വാസം. അറിഞ്ഞുകൂടാ, നോക്കാം. ഇതാ, പിന്നെ നമ്മൾ അടീനിയമാണല്ലോ നമ്മളുടെ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഒരു ചെറിയ മഴ വന്നാലും പ്രശ്നമായിരിക്കും. അതുകൊണ്ട് അടീനിയത്തിനെ നമ്മൾ ഒരു ഷെയ്ഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയും ബാക്കി ചെടികളൊന്നും മാറ്റി വെക്കാനായിട്ടുള്ളൊരു സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ സെറ്റാക്കിയേനെ. സ്നേക്ക് പ്ലാന്റും CC പ്ലാന്റ്, അഡീനിയം, ഇതൊക്കെ നമ്മളൊരു ഷെയ്ഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓർക്കിഡ് ടവറിൽ പൂക്കൾ വരുന്നുണ്ട് കേട്ടോ. അറിയില്ല എത്രത്തോളം ഇതിന് നല്ലതായിട്ട് വരും എന്നറിയത്തില്ല. പക്ഷേ ഓർക്കിഡ് മഴയായ പിന്നെ അവിടെ നിന്നൊക്കെ പൊട്ടിക്കിളിക്കുന്നുണ്ട്, അതെനിക്ക് മനസ്സിലായി. അതിന് അത്യാവശ്യം വെള്ളം വേണ്ട ഒരു ചെടിയാണല്ലോ. ഇതാ ഇവിടെ നിന്നൊക്കെ കുഞ്ഞ് കുഞ്ഞ് ബേബി പ്ലാന്റ്സ് പൊട്ടിക്കിളിക്കുന്നുണ്ട്. ഓർക്കിഡിനൊന്നും വലിയ പ്രശ്നങ്ങളില്ല കേട്ടോ. പ്രശ്നങ്ങളും ഉണ്ടാവാതിരിക്കട്ടെ. ഇതാ കണ്ടോ, ഒക്കെ പൊട്ടിക്കിളിക്കുന്നതാണ്. ടർട്ടിലിൻ്റെ അവസ്ഥ ഇതുപോലായിട്ടുണ്ട്, കരിഞ്ഞ്. ഇതെന്തായാലും റീപോർട്ട് ചെയ്യേണ്ട സമയമായി. ബാക്കിൽ ചീവീടിൻ്റെ ഭയങ്കര സൗണ്ടാണ്. ഞാൻ എത്രത്തോളം പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം വോയിസ് ഓവർ കൊടുക്കുകയാണെങ്കിലും ഈ ഒരു പ്രശ്നം തന്നെ. അത് കഴിഞ്ഞിട്ടേ നമുക്കിനി എന്തും ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുവരെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ നിൽക്കും. ഇതിപ്പം ഞാൻ മഴയൊന്ന് കുറഞ്ഞ ടൈമിലാണ് ഇറങ്ങി വന്ന് വീഡിയോ എടുക്കുന്നത്. ഇപ്പം അടുത്ത മഴ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് നോക്കി, ബെഗോണിയെല്ലാം ഇതുപോലൊരു ഷെയ്ഡിൽ, ഇത് ഓൾറെഡി ഒരു ഷെയ്ഡിൽ തന്നെ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിപ്പം കരിയിലൊക്കെ വീണ് വെള്ളമൊക്കെ വീണ് ഇവിടെ എല്ലാം ഒരുമാതിരി നാശമായിട്ടുണ്ട്. ഇതിനി കുറച്ചെങ്കിലും ഒരു വെയിൽ വരുമ്പോൾ വേണം ഒന്ന് സെറ്റാക്കി എടുക്കാൻ കേട്ടോ. ഈ മഴയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ വലിയ കുഴപ്പമില്ലാണ്ടാണ് നിൽക്കുന്നത്. നോക്കാം. പൂക്കളൊന്നും ഇല്ല കേട്ടോ. പൂക്കളൊക്കെ ഇനി മഴ കഴിഞ്ഞാൽ പൂക്കളൊക്കെ സെറ്റാവുള്ളൂ.
നമ്മൾ ഉള്ളി നട്ടു കൊടുത്തിട്ടില്ലേ, അതിങ്ങനെ നിൽപ്പുണ്ട്. കുഴപ്പമില്ല, അവിടെ നിന്നൊക്കെ കിളിർപ്പ് വരുന്നുണ്ട്. വലിയ സീനില്ലാതാണ് നിൽക്കുന്നത്. പിന്നെ പച്ചക്കറികൾക്കൊന്നും വലിയ പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല. മുളകൊക്കെ നിൽപ്പുണ്ട്. മധുരക്കിഴങ്ങ്, കോവലൊക്കെ മഞ്ഞിച്ച് തുടങ്ങി കേട്ടോ. കണ്ടോ, ഒരു മഞ്ഞപ്പൊക്കെ വന്നിട്ടുണ്ട്. അപ്പം എന്തായാലും ഈ മഴ ഇങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ എൻ്റെ ഗാർഡൻ ഒരു പരുവാകും. ശരിക്കും പറഞ്ഞാൽ ഒരു ഷെയ്ഡിലേക്കൊന്നും മാറ്റി വെക്കാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് മിക്ക ചെടികളും ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടോ? ചെടികളൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ മഴയായി കഴിഞ്ഞേ പിന്നെ? അപ്പോൾ എന്തായാലും നോക്കാം. വെയിൽ വരാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുന്നു. അതാണിപ്പം എൻ്റെ ഗാർഡൻ്റെ കറൻ്റ്ലി ഉള്ള അവസ്ഥ. വേറൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.